ഹലോ ഗൈസ്, മൗലിയാണേ. സോ ഗൈസ്, ഇന്ന് നമ്മൾ കൊട്ടിയൂരിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ എടുത്ത 2-3 പിക്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 10 മണിക്കത്തെ ട്രെയിനാണ് എടുത്തത്. അങ്ങനത്തെ രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ജസ്റ്റ് ഒരു ഭംഗിയുണ്ടെന്ന് കാണാൻ മാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. അങ്ങനത്തെ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂംസ് ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ അതിന് പകരം 1 മണിക്കൂർ ഒരാൾക്ക് 30 രൂപ കൊടുത്തിട്ട് പറ്റുന്ന ഒരു റൂമിലാണ് നമ്മൾ കയറിയത്. അതിനുശേഷം അവിടെ തന്നെയുള്ള ലോക്കറിൽ നമ്മൾ നമ്മുടെ ബാഗ്സൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ നിന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ KSRTC ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് ബസ്സും പിടിച്ച് നമ്മുടെ കൊട്ടിയൂരിലേക്ക് വന്നു. ഓക്കെ, നമ്മുടെ ആ ബസ്സിൽ തന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂറത്തേക്കുള്ള യാത്രയുണ്ടായിരുന്നു ഗീസ്. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കൊട്ടിയൂരൊക്കെ കാണാൻ. ഒരുപാട് കടകളും പിന്നെ ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഓടപ്പൂവാണ് മെയിൻലി ആയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇക്കരെ കൊട്ടിയൂര്. കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്നതാണ് ഗീസ് അക്കരെ കൊട്ടിയൂര്. 2 ക്ഷേത്രങ്ങൾക്കും നമ്മൾ വിസിറ്റ് ചെയ്യണം. പക്ഷേങ്കിൽ അക്കരെ കൊട്ടിയൂര് 28 ദിവസം വൈശാഖ മഹോത്സവത്തിന് മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ്. ഇക്കരെ കൊട്ടിയൂര് ഡെയിലി തുറക്കുന്ന ക്ഷേത്രമാണ്. കണ്ടില്ലേ, അക്കരെ കൊട്ടിയൂരിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ നല്ല രസമായ 2 വരികളിലും കടകളാൽ ചുറ്റപ്പെട്ട നടുക്കൂടുള്ള ഒരു വഴിയുണ്ടായിരിക്കും. ആ വരിയിലൂടെ നമ്മൾ ഒരുപാട് നടന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ അക്കരെ കൊട്ടിയൂരിലെ മണിത്തറ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. നല്ല രസമാണ് കേസ് ഇവിടെയൊക്കെ കാണാനായിട്ട്. എന്തായാലും നിങ്ങൾ ഒരിക്കൽ കൊട്ടിയൂർ വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വർഷം നല്ല മഴയുണ്ടായിരുന്നു, ഇത്തവണ മഴ കുറവായിരുന്നു. അങ്ങനെ കേസ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാവലിപ്പുര. ഇവിടുന്ന് താരെ ചെല്ലുമ്പോഴാണ് നമ്മൾ കല്ലൊക്കെ കൂട്ടി വരയ്ക്കുന്നത്. ഞാൻ മേളിലൊരു പിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ക് കഴിഞ്ഞ വർഷം പോയപ്പോൾ എടുത്തതാണ്. കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ എന്തോരം വെള്ളം ഉണ്ടെന്ന്. 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമാവും കേട്ടോ. ഇത് നമ്മൾ ജൂൺ 1, 2 പോയപ്പോഴത്തെ വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. അങ്ങനെ നമ്മൾ ആ ഒരു പാലത്തേക്കൂടെ താര വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് തന്നെ 2 കല്ലൊരച്ച് കൂട്ടി വരയ്ക്കണം. അപ്പോൾ ചന്ദനം, പിന്നെ വെള്ള കളറ്, പിന്നെ കറുപ്പ് കളറ്, അതുപോലെ ചുമപ്പ് കളറ്, ഇങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയത് വെള്ള കളറാണ്. അതിൻ്റെ അർത്ഥം ശിവൻ്റെ അനുഗ്രഹം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ചുമപ്പ് കളറ് കിട്ടുകയാണെങ്കിൽ പാർവതീദേവിയുടെയും, കറുപ്പ് കിട്ടുകയാണെങ്കിൽ ഗണപതിയുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് ഗീസ് പറയപ്പെടുന്നത്. കണ്ടില്ലേ കൊട്ടിയൂരിലെ തിരക്ക്. ഇവിടെ വന്നപ്പോൾ നമ്മളൊന്ന് ട്രാപ്പായി പോയി ഗീസ്. കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു ക്യൂ തന്നെ മണിത്തറയിലേക്ക് പോകാനുള്ളൊരു ക്യൂ ആണിത്. ഈ ഒരു ക്യൂവിൽ ഏകദേശം 5 മണിക്കൂറോളമാണ് നമ്മൾ അവിടെ നിന്നത്. അങ്ങനെ മണിത്തറയിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ദൂരെ നിന്ന് എടുത്തത് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോസ് ഒന്നും അവർ അലോഡ് ചെയ്യത്തില്ല എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തൊരിതെല്ലാം കരിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. മേളിൽ നല്ല കോടയൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ വഴിപാട് കൗണ്ടർ. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് അപ്പവും വഴിപാടും ഒക്കെ കിട്ടും കേട്ടോ. ഇവിടുത്തെ പ്രസാദങ്ങളൊക്കെ കിട്ടും. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ ഇത്രയും തിരക്കുണ്ടായിരുന്നു കൊട്ടിയൂര്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ ചുമ്മാ നിൽക്കുമ്പോഴാണ് ഒരാളെ കണ്ടത്. കണ്ടില്ലേ ഗേസ്, ഈ ഒരു ആനയെ. നല്ല രസമുണ്ടല്ലേ. നമ്മളപ്പോൾ അവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. ഗെയ്സ്, അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ നമ്മുടെ തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഒരു കോട കണ്ടു. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ 3 മണിക്കായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് ട്രെയിനൊക്കെ കയറിയിട്ടാണ് വീട്ടിൽ ചെന്നത്. അപ്പോൾ ബൈ.